നമ്മുടെ വീടിനടുത്തുള്ള അമ്പലത്തിൽ ഉത്സവമായിട്ട് കുറച്ച് സെലിബ്രിറ്റീസിനായിട്ടോ അവർ ഗസ്റ്റായിട്ട് ക്ഷണിച്ചേക്കണത്. ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് അമ്പല കമ്മിറ്റിക്കാർ 6 ദിവസം സെലിബ്രിറ്റികളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്പലത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ വെണ്ണലയിൽ തൈക്കാട്ട് അമ്പലത്തിലാണ് കേട്ടോ. അപ്പോൾ ശിവരാത്രിയുടെ സമയത്താണ് ഇവിടെ ഉത്സവം നടക്കാറേ. അപ്പോൾ ആദ്യം തന്നെ ജഗദീഷിനെയാണ് കേട്ടോ അവർ വെൽക്കം ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ സൈഡിലേക്ക് നോക്കിയപ്പം നിറയെ ആൾക്കാർ. അവിടെ ഫുള്ള് ഓൺലൈൻ മീഡിയക്കാരായിരുന്നു കേട്ടോ. അന്നാരാജനായിരുന്നു കേട്ടോ അവർ രണ്ടാമത് വെൽക്കം ചെയ്തത്. ഭയങ്കര പ്രൊട്ടക്ഷനോട് കൂടിയാണ് കേട്ടോ അന്നാരാജൻ അവർ വെൽക്കം ചെയ്തത്. നിറച്ച ആൾക്കാരായിരുന്നേ. അങ്ങനെ ഗസ്റ്റുകളെല്ലാം സ്റ്റേജിലേക്ക് കയറിയതിന് ശേഷം ഇപ്പോൾ ഇവിടെ ടോവിനോ ബേസിൽ യൂണിവേഴ്സിലേക്ക് കയറിയെന്നൊരു സംശയം ഇല്ലാതില്ല. അങ്ങനെ എല്ലാ ഗസ്റ്റുകളും സ്റ്റേജിലേക്ക് കയറി ഇരുന്നട്ടോ. അതിന് ശേഷം ആദ്യം തന്നെ ഈശ്വര പ്രാർത്ഥനയായിരുന്നു കേട്ടോ. എല്ലാവരും ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലായിരുന്നേ. പിന്നെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ ദീപം തെളിയിക്കാൻ പോകാൻ കേട്ടോ. ആദ്യം തന്നെ ജഗദീഷാണ് ദീപം തെളിയിച്ചത്. പിന്നെ അന്നാരാജനും പിന്നെ ഉത്സവത്തിൻ്റെ ഭാരവാഹികൾ ആരൊക്കെയൊക്കെയാണെന്ന് തോന്നുന്നു അവരെല്ലാവരും ദീപം തെളിയിച്ചിട്ടോ. അതിന് ശേഷം ഞാൻ നോക്കിയപ്പം നല്ല ക്രൗഡായിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മുടെ ജഗദീഷ് ഒരു പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. പാട്ട് ഇതിലിടാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് കേട്ടോ, കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് പാട്ട് നമുക്ക് ഇടാൻ പറ്റാത്തത്. പിന്നെ അന്നാരാജൻ 2 വാക്ക് സംസാരിക്കണ്ടായിരുന്നു കേട്ടോ. അന്നാരാജൻ എഴുന്നേറ്റപ്പോഴത്തേക്കുമാണ് വീഡിയോസ് ഫോട്ടോസ് എടുക്കാനുള്ള തിരക്ക് അവിടെ കാണണമായിരുന്നു. ഭയങ്കര ബഹളമായിരുന്നു. എല്ലാം കഴിഞ്ഞ് അവരെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം കൈകൊട്ടിക്കളി തുടങ്ങി കേട്ടോ. അപ്പോൾ കൈകൊട്ടിക്കളി ഓഡിയൻസ് ഇരിക്കണതിൻ്റെ നേരെ ബാക്കിലായിരുന്നു കേട്ടോ. നമ്മളെന്തായാലും സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് കൈകൊട്ടിക്കളി കാണാൻ പോയിട്ടുണ്ടായിരുന്നില്ല. കാരണം അടുത്തത് വൈക്കം വിജയലക്ഷ്മിയുടെ ഗാനമേളയായിരുന്നു കേട്ടോ. നമ്മളെല്ലാവരും സെലിബ്രിറ്റികളെ പേരാണല്ലോ പറയാറുള്ളത്, അല്ലാതെ ചേച്ചിന്നോ സാറെന്നോ മാഡം എന്നോ വിളിക്കാനുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ അവരുടെ എല്ലാവരുടെയും പേരായിട്ട് പറയണത്. അതിനുശേഷം വൈക്കം വിജയലക്ഷ്മി വന്ന് എല്ലാവരും വെൽക്കം ചെയ്തിട്ട് പിന്നെ നമ്മളെല്ലാവരും ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്ന ഗാനമേള സ്റ്റാർട്ട് ചെയ്തിട്ടോ. എന്തോ നേരിട്ട് കേൾക്കാനായിട്ട് ഭയങ്കര രസമായിരുന്നേ. നമ്മൾ സാധാരണ ടി വിയിൽ കാണുമ്പോഴുള്ള പാട്ടുകളൊന്നും എനിക്ക് വലിയ ഇഷ്ടമില്ലാത്ത പാട്ടുകൾ ഇവിടെ പാടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നേരിട്ട് കേട്ടപ്പം എന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തോ രോമാഞ്ചമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എന്തോ ഭാഗ്യത്തിന് ഫ്രണ്ടിൽ തന്നെ സീറ്റിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ കുറേ പാട്ടുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിട്ട് പോകാൻ കേട്ടോ. കുറേ പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എവിടെ ഗാനമേളയുണ്ടോ അവിടെ പോലീസ് നിർബന്ധമാണല്ലോ, പ്രത്യേകിച്ച് ഇതുപോലുള്ള സെലിബ്രിറ്റികളുടെ. അങ്ങനെ നമ്മൾ നേരെ വീട്ടിട്ട് പോകാൻ കേട്ടോ.